സൗന്ദര്യം കണ്ടാൽ സാറിന് ലൈസൻസ് തരാതിരിക്കാൻ പറ്റത്തില്ല. ഗ്ലോറി, യു അഗൈൻ. യാ സാൻ, നീ എന്താ ലേറ്റ് ആയേ? ഓ, ഒന്നും പറയണ്ട. ഓ, എന്നാ നീ ഒന്നും പറയണ്ട. അയ്യോ, അങ്ങനെയല്ല, ഞാനൊരു മിനി കൂപ്പർ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതാ. ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തു. മിനി കൂപ്പറോ? മിനി കൂപ്പർ ഒന്നല്ല, ലാർജ് കൂപ്പർ. മിനി ലാർജ് ഒന്നും വന്നേ. സാർ, എന്റെ പേര് മിനി എന്നല്ല കേട്ടോ, സാൻഡ്ര എം എം എന്നാണേ. ശരിക്കും നോക്ക്, ശാന്തമ്മ. ഇത്തവണെങ്കിലും വല്ലതും നടക്കൂടേ? നടക്കും സാർ. ലൈസൻസ് കിട്ടുമോ? കിട്ടും സാർ. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പൊ വലിയ പാടാ ലൈസൻസ് ഒക്കെ കൊടുക്കാൻ. ഓ, അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലേ സാർ. ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ചോദിച്ചു ചോദിക്കട്ടെ, നിങ്ങളെ ഫസ്റ്റ് ആയിട്ട് ബോക്സിൽ എന്തൊക്കെ വെക്കും? സോപ്പ്, ചീപ്പ്, കണ്ണാടി. അയ്യേ, ഇതെന്തോന്ന് സാർ? ഞാൻ പറയാം. മസ്കാര, ഐലൈനർ, കൺമഷി, സൺസ്ക്രീൻ, ഫേസ് വാഷ്. നിങ്ങളുടെ മേക്കപ്പ് ബോക്സിനെ കുറിച്ചാണോ ചോദിച്ചാ? ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ കുറിച്ചല്ലേ? ചുമ്മാ കളിക്കണം. നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരെ സമ്മതിക്കണം കേട്ടാ. അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല സാർ. കഴിച്ചിട്ടില്ലേ? ഇല്ലെന്നേ. അതെന്തോ അത് കാണിച്ചേ. അതെന്തോ അത് കാണിച്ചേ. ഇതെന്തോ 8? അത് ടെസ്റ്റിന് മറക്കാതിരിക്കാൻ 8. എന്റെ പൊന്നോ. ഓ, സാറിനെ കണ്ടാൽ കറക്റ്റ് സിനിമ നടൻ റഹ്മാന്റെ ഒരു കട്ടുണ്ടല്ലോ സാർ. ഓ ശരി, നാട്ടുകോരിക്ക് കരിഞ്ഞവൻ എന്തോ ലൈസൻസ് കിട്ടാഞ്ഞേ? അത് വണ്ടി ഇടത്തോട്ട് തിരിച്ചപ്പോ ഇൻഡിക്കേറ്റർ ഇട്ടില്ല പോലും. അതെന്താ ഇടാഞ്ഞേ? ഞാൻ എന്തിനാ ഇടണം? പിന്നെ പുറകെ വരുന്നവരെ അറിയിക്കണ്ടേ ഇടത്തോട്ട് പോണെന്ന്? ഞാൻ എന്തിനറിയിക്കണം? അങ്ങനെ മറ്റുള്ളവരെ അറിയിച്ച് വണ്ടി ഇടത്തോട്ട് തിരിക്കുന്ന ഗതികേടൊന്നും ഈ ഗ്ലോറിക്കില്ല. ഇയാള് ചിരിക്കണ്ട. ഇയാൾക്ക് എന്ത് കരിഞ്ഞവൻ ലൈസൻസ് കിട്ടാഞ്ഞത്? ഞാൻ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടില്ല, അത്രേ. സ്വാഭാവികം. സാറിനോട് ഞാൻ കണ്ടപ്പോ തൊട്ടൊരു ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ ഡാൻസ് കളിക്കേണ്ടി വരുമോ? സാറിന് എങ്ങനെ ഈ ജോലി കിട്ടി? ഇതെന്റെ അച്ഛൻ മരിച്ചിട്ട് കിട്ടിയ ജോലിയാ. അച്ഛൻ എങ്ങനെയാ മരിച്ചേ സാർ? എച്ചിൽ വീണ് മരിച്ച്. മരിക്കോ? എന്റെ അച്ഛൻ RTO ആണല്ലോ, അറിയാലോ. RTO ഉദ്യോഗസ്ഥനല്ലേ. അപ്പൊ എന്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു പോയാ. അപ്പൊ എന്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു, അവിടെയും പോയി. എന്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഈ ലൈസൻസ് എടുക്കുന്ന കാണണമെന്ന്. അങ്ങനെ അച്ഛനെ കാണിക്കാൻ വേണ്ടിയാണ് വെച്ചെടുത്തയാ. അതുകൊണ്ട് എന്റെ അച്ഛൻ നെഞ്ചു പൊട്ടി അയച്ചി വീണ് പെടഞ്ഞ് മരിച്ച്. Oh my God. സാറിനെ കണ്ടാ പറയത്തില്ല, ഇത്രയും ഉള്ളിൽ ദുഃഖം ഒതുക്കി വെച്ചിരിക്കുന്ന. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമോ. എന്നൊന്ന് വാരി പുണരാൻ പോലും ആരുമില്ല. ഇങ്ങനെ അങ്ങ് പുണരാ. മതി. ഇങ്ങനെ പുണർന്നാ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടൂല. ഇവിടെ ഐറ്റം വേറെയാണ്. ഒരു RTO ഉദ്യോഗസ്ഥനും പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. ഞാൻ കുറച്ച് ഐറ്റങ്ങൾ പഠിപ്പിച്ചു തരാം. ഇവിടെ ഒരു 2 വീലർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇവിടെ ഇപ്പൊ ഞാൻ കേറാ അതിനകത്തോട്ട്. എന്തിനാ ഇങ്ങോട്ട് വാ. കേറ്. ട്രിപ്പിൾ അടിക്കാൻ പാടില്ല, പക്ഷെ കയറിക്കോ. നമ്മള് വണ്ടി കേറുമ്പം എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ് ഒന്ന്. അങ്ങനെ ആക്കരുത്. അത് സ്റ്റാർട്ടിങ് പ്രശ്നമാണത്. അത് നമ്മൾ വണ്ടി ഇങ്ങനെ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും പൊതുവെ എല്ലാവർക്കും ചൊറിച്ചിൽ വരും. ചൊറിയാൻ പാടില്ല. ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല കേട്ടോ. അത് നമ്മൾ നേരെ ഇങ്ങനെ സ്പീഡിലേക്ക് പോകുമ്പോ പെട്ടെന്ന് പുണയാൻ തോന്നും. പുണയരുത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്പീഡിൽ പോകുമ്പോ ഹമ്പെല്ലാം വന്നു കഴിഞ്ഞാൽ മതിയോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നീ വെറും മടിച്ചേ പോ. എന്തോ മോളെ? ടെസ്റ്റിന് പോകുമ്പോഴേ കാർ ഒരു കുന്നിന്റെ മണ്ടയിലോട്ട് ഇങ്ങനെ കീച്ചങ്ങ് നിർത്തിയിട്ട് ഇറക്കുക. അതെന്തിനാ? അത് വന്ന വഴി മറക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നേ. ഇങ്ങനെ പോയാ നിങ്ങൾക്ക് പറ്റത്തില്ല, കിട്ടത്തില്ല. ഇവിടെ ഐറ്റം വേറെ ഞാൻ പറഞ്ഞിട്ടില്ലേ. എനിക്ക് സമയമുണ്ടോ പറയാൻ? അതിന് വാച്ച് ഓടുന്നുണ്ടോ സാർ? വാച്ച് ഓടത്തില്ല, അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കാർ ഓടിച്ച് പഠിപ്പിക്കാം. ഒരു RTO ഉദ്യോഗസ്ഥൻ ഒരിക്കലും ചെയ്യത്തില്ല, പക്ഷെ ഞാൻ ചെയ്യും കേട്ടോ. നമുക്ക് ആദ്യം വണ്ടി ഒന്ന് ഓടിച്ച് പഠിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടത്തില്ല. എന്തൊരു കെയറിംഗ് ആലേ. എവിടെ പോവാ? ബാക്കിൽ കയറാൻ. ഫ്രണ്ടിലോട്ട് കയറി. ഒരാള് പറഞ്ഞു കൊടുക്കുമ്പോഴത്തെ ഇങ്ങനെയൊക്കെയാണോ? ഇവിടെ ചേർന്നിരുന്നോ കേട്ടോ. ഡോർ അടിച്ചില്ലേ സാർ? സാർ പോവാം. സാർ പോവാം. വളരെ കാലത്തിന് ശേഷം 2 അതിഥികൾ എന്റെ കൂടെ കാറിൽ കയറുന്ന ബഹുത്തായ ദിനം. എന്റെ വണ്ടിയിലേക്ക് സ്വാഗതം. സാറിന് വട്ടുണ്ടോ സാർ? അമ്മാതിരി കമന്റുകള് പുറത്തു മതി. ഇവിടെ കണ്ട ഇതേ പ്രഭയുഗ
എന്റെ അച്ഛൻ തന്നിട്ട് പോയ യുഗം. അകത്ത് കയറിയാ പിന്നെ തിരിച്ചോക്ക് നടക്കില്ല. അപ്പൊ നമുക്ക് പോവാ. നമുക്ക് ആദ്യം ഗുണാക്കേവിലെ കുരിക്കത്തേക്ക് പോവാം. അല്ല നമുക്ക് മസ്സനെ കൂടി പോവാം. അല്ല നമുക്ക് അടുത്തോട്ട് പോയാലാ? നേരെ പോയാലാ? എന്തിനാ ചിരിക്കുന്നേ? എന്നാ ഞാനും കരഞ്ഞോട്ടെ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ